Hi friends, welcome to Anglo Parlance. Today I'm here with the analysis of the poem I Have a Broom by Zai Yongming. This is part of Songs and Stories of Our World, 4th semester UG Common Course. Now let's see the analysis of the poem I Have a Broom. I have a broom, that is to say, I have a colorful life, fresh air, and a path that is my own. I'll ignore neighbors' ridicule, the obstructions of relatives and friends. So the speaker says that she has a broom. Now, എന്തിനാണ് നമ്മൾ ബ്രൂം യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് ചൂല് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ കോർട്ട്യാർഡിലുള്ള അല്ലെങ്കിൽ ഫ്ലോറിലുള്ള ഡേർട്ടും ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗാർബേജസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൂം സാധാരണ നമ്മളുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നത്. അതായത് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമ്മളുടെ വീട് പരിസരങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൂം യൂസ് ചെയ്യുന്നത്. സോ മേ ബി ഹിയർ ദ ബ്രൂം സിംബലൈസസ് എ ടൂൾ to remove the negatives from our life. അങ്ങനെയും ആവാം. സോ ആൻഡ് ഓൾസോ ഫിസിക്കൽ ആയിട്ടുള്ള ഡേർട്ട് റിമൂവ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഡേർട്ടും റിമൂവ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കണം ഇതിൽ പോയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഷീ സേസ് ദാറ്റ് ഐ ഹാവ് എ ബ്രൂം, ദാറ്റ് ഇസ് ടു സേ ഐ ഹാവ് എ കളർഫുൾ ലൈഫ്. ഇനി നമ്മളുടെ കളർഫുൾ ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളുടെ ലൈഫ് ഭയങ്കരമായിട്ട് റിച്ച് ആൻഡ് ഡൈവേഴ്സ് ആണ്. കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവാറുണ്ട്, ഇമോഷൻസ് ഉണ്ടാവാറുണ്ട്, പലതരം പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവാറുണ്ട് നമുക്ക് ലൈഫിനെ കുറിച്ചിട്ട്. സോ കളർഫുൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓഫ് ഹാപ്പിനെസ്, ഫുൾ ഓഫ് അഡ്വെഞ്ചേഴ്സ് ആൻഡ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിലുണ്ടാവും. സോ ഹാപ്പിനെസ് നിറഞ്ഞതാവാം, മേ ബി അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടാവാം. സോ ഷി സേസ് ദാറ്റ് ഷീ ഹാസ് ഗോട്ട് എ കളർഫുൾ ലൈഫ്. ഫ്രഷ് എയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫ്രീഡം, സെൻസ് ഓഫ് ഫ്രീഡം, സെൻസ് ഓഫ് റിന്യൂവൽ ഓർ പ്യൂരിറ്റി, ഇതെല്ലാം നമുക്കതിൽ കാണാൻ പറ്റും. അതായത് ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് പുതിയ എക്സ്പീരിയൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ ഉണ്ടാവാം. സോ ഷീ സേസ് ദാറ്റ് ഐ ഹാവ് എ കളർഫുൾ ലൈഫ് അഹെഡ്, ഫ്രഷ് എയർ ആൻഡ് എ പാത്ത് ദാറ്റ് ഇസ് മൈ ഓൺ. അപ്പം മേ ബി ഇൻ ഹർ പാസ്റ്റ് ഷീ വാസ് ഡിപ്പെൻഡിങ് ഓൺ സമ്മൺ. അവരുടെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിരിക്കാം, ഫുൾ ഓഫ് ബാഡ് എക്സ്പീരിയൻസസ് ആയിരിക്കാം. നൗ ഷീ സേസ് ദാറ്റ് ഷീ ഹാസ് എ ലൈഫ് വിച്ച് ഇസ് കളർഫുൾ ആൻഡ് ഷീ ഹാസ് ഫ്രഷ് എയർ ടു ബ്രീത്ത്. അതായത് പുതിയ കാര്യങ്ങൾ, ഫ്രീഡം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എ പാത്ത് ദാറ്റ് ഇസ് മൈ ഓൺ, അതായത് അവരുടെ പാത്ത് സ്വയം ഉണ്ടാക്കിയതാണ്. ആൻഡ് ഷീ സേസ് ദാറ്റ് നൗ ഐ വിൽ ഇഗ്നോർ നെയ്ബേഴ്സ് റിഡിക്യൂൾ. അയൽവാസികൾ അവരെ കളിയാക്കാറുണ്ട്. അപ്പം അവർ പറയുന്നത് നെയ്ബേഴ്സിൻ്റെ റിഡിക്യൂൾ എല്ലാം അവർ ഇഗ്നോർ ചെയ്യാൻ പോവാണ്. ദ ഒബ്സ്ട്രക്ഷൻസ് ഓഫ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, നമ്മൾക്ക് എല്ലാവർക്കുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ ലൈഫിൽ. റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് നമ്മളുടെ ലൈഫിൽ ഇൻട്രൂഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇനി ഞാൻ എല്ലാം ഇഗ്നോർ ചെയ്യും. നെയ്ബേഴ്സിൻ്റെ റിഡിക്യൂൾ ആവട്ടെ, ദ ഇൻട്രൂഷൻ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് ക്രിയേറ്റഡ് ബൈ റിലേറ്റീവ്സ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ഇതെല്ലാം ഇഗ്നോർ ചെയ്യും. ബിക്കോസ് ഷീ ഹാസ് എ പാത്ത് ദാറ്റ് ഇസ് ഹർ ഓൺ. അവർ സ്വയം അവരുടെ പാത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. നൗ അഗെയിൻ ഷീ സേസ് ഐ ഹാവ് എ ബ്രൂം, ഐ ഹാവ് വർക്ക്, ഐ സ്വീപ്പ് അവേ ടുഡേസ് ആൻഡ് യെസ്റ്റർഡേസ് ഗാർബേജ്, ക്ലിയർ അവേ ദ ഫിൽത്ത് ഇൻ ദ സ്ട്രീറ്റ്സ് ആൻഡ് ഇൻ പീപ്പിൾസ് മൈൻഡ്, ഐ പുട്ട് ഓൺ ന്യൂ വർക്ക് ക്ലോത്ത്സ്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ അവർ പറയുന്നത്, ഷീ സേസ് ദാറ്റ് അവർ ആദ്യം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹർ വർക്ക്. ഐ ഹാവ് എ ബ്രൂം, മേ ബി ഷീ ഈസ് വർക്കിംഗ് ആസ് എ സ്വീപ്പർ. സ്ട്രീറ്റിൽ സ്വീപ്പ് ചെയ്യുന്ന ജോലിയോ എന്തോ ആവട്ടെ, അവർ ജോലീനെ ഭയങ്കര പ്രൗഡായിട്ടാണ് അവർ കാണുന്നത്. ആൻഡ് അവർ പറയുന്നത് ഐ ഹാവ് വർക്ക്, ഇന്ന് എനിക്ക് ജോലിയുണ്ട്. ഐ സ്വീപ്പ് അവേ ടുഡേസ് ആൻഡ് യെസ്റ്റർഡേസ് ഗാർബേജ്, അതായത് സ്ട്രീറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും അവർ എല്ലാ ഗാർബേജും, ഇന്നലത്തെയും ഗാർബേജസ്, വേസ്റ്റുകളൊക്കെ സ്വീപ്പ് ചെയ്ത് അവിടെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഷീ സേസ് ദാറ്റ് ക്ലിയർ അവേ ദ ഫിൽത്ത് ഇൻ ദ സ്ട്രീറ്റ്. സ്ട്രീറ്റ്സിലുള്ള ഡേർട്ടൊക്കെ അവർ റിമൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് തുടച്ചു മാറ്റുന്നുണ്ട് ബൈ സ്വീപ്പിംഗ്.
ആൻഡ് ഇൻ പീപ്പിൾസ് മൈൻഡ്. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഡേർട്ട് മാത്രമല്ല, ജനങ്ങളുടെ ഉള്ളിലുള്ള ഡേർട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്, അതും സ്വീപ്പ് ചെയ്യുന്നുണ്ട്. ഐ പുട്ട് ഓൺ ന്യൂ വർക്ക് ക്ലോത്ത്സ്. നൗ ഷീ ഇസ് പുട്ടിങ് ഓൺ ഹർ വർക്ക് ക്ലോത്ത്സ്. പുതിയ വർക്ക് ക്ലോത്ത്സ് പുട്ട് ഓൺ ചെയ്തിട്ട് ഭയങ്കര പ്രൗഡായിട്ടാണ് അവർ ആ ജോലീനെ കാണുന്നത്. മേ ബി അവരൊരു സ്വീപ്പർ ആയത് കാരണം അവർക്ക് ഒരുപാട് റിഡിക്യൂൾ അനുഭവിക്കുന്നുണ്ടാവും റിഗാർഡിങ് ഹർ ജോബ്, റിഗാർഡിങ് ഹർ ടൈപ്പ് ഓഫ് ജോബ്. ആളുകൾ അവരെ വളരെയധികം മോശമായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എഗെയിൻസ്റ്റാണ് അവർ ഇതിൽ പറയുന്നത് ദാറ്റ് അവർ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനാണ് അതിൽ കാണിക്കുന്നത്. ആൻഡ് ഷീ സേസ് ദാറ്റ് അവർ ഈ ജോബിൽ പ്രൗഡാണ്. ലോകത്ത് ഏത് ജോബാണെങ്കിലും അത് വളരെ പ്രൗഡായിട്ടാണ് അവർ കാണുന്നത്. സോ ഷീ ഈസ് പ്രൗഡ്, very proud that she is a sweeper. Now, after putting on her new clothes, new work clothes, what she does is, looking in the mirror, now I understand the mildness of my mother's eyes. I'll never again have to cast purplest looks into the streets, into a corner, at the color of the billboards. Neither in the pained wrinkles of my mother's brows must I dodge fear of my inability. Now she is very proud that she has got a job. അപ്പോൾ അവർ മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് അവർ പറയുന്ന കാര്യം എന്താണ്? നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദ മൈൽഡ്നെസ് ഓഫ് മൈ മദേഴ്സ് ഐസ്. അപ്പോൾ സ്പീക്കർ അവരുടെ അമ്മയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് അവർ പറയാണ്, ഒരു പുതിയൊരു വിസ്റ്റം അല്ലെങ്കിൽ ഒരു എമ്പതി അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അവരമ്മയും ഇപ്പം ഹാപ്പി ആയോണ്ടിരിക്കുന്നുണ്ടെന്നാണ് അവർക്ക് തോന്നുന്നത്. ഐ നെവർ അഗെയിൻ ഹാവ് ടു കാസ്റ്റ് പർപ്ലസ്ഡ് ലുക്സ്. അതായത് അവർ പറയാണ്, അവർ സ്ട്രീറ്റിലൂടെയൊക്കെ പോകുമ്പോൾ ഓരോ മുക്കിലും മൂലയിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര നെർവസ് ലുക്കൊക്കെ അവരുടെ ഫേസിൽ വരാറുണ്ടായിരുന്നു. കാരണം മേ ബി അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആവാം, or maybe because of this profession she was ridiculed by her neighbors, her family members. എല്ലാ സ്ഥലത്തും ഉള്ള കാര്യമാണ് മറ്റുള്ളവരെ നിന്ദിക്കുന്ന പരിപാടികൾ. അപ്പം മേ ബി ഷീ ഈസ് ഓൾസോ ഹാവിങ് ദാറ്റ് എക്സ്പീരിയൻസ്. സോ ഷീ സേസ് ദാറ്റ് ഐ വിൽ നെവർ അഗെയിൻ ഹാവ് ടു കാസ്റ്റ് പർപ്ലസ്ഡ് ലുക്സ് ഇൻ ടു ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, കോർണേഴ്സിലൂടെ പോകുന്ന സമയത്തോ കളേഴ്സ് ഓഫ് ബിൽ ബോർഡ് നോക്കിയിട്ടോ അവർ ഒരിക്കലും ഇനി ഒരു പർപ്ലസ്ഡ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ലുക്കൊന്നും ഇനി ആവശ്യം വരില്ല. നൈദർ ഇൻ ദ പെയിൻഡ് റിങ്കിൾസ് ഓഫ് മൈ മദേഴ്സ് ബ്രോ. അതായത് അവരുടെ അമ്മ ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു അവരെ ആലോചിച്ച്. കാരണം അവരുടെ കുട്ടി ഇന്നേബിൾ ആണോ, അവരുടെ ഇന്നബിലിറ്റി അല്ലെങ്കിൽ അവരുടെ കൺസ്ട്രെയിൻസ് കാരണം എവിടെയും എത്തുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് അമ്മമാരുടെ മനസ്സിൽ ഓഫ് കോഴ്സ് എപ്പോഴും മക്കളെ കുറിച്ചിട്ടുള്ള കൺസേൺസ് ഉണ്ടാകും. അപ്പോൾ അതുപോലെയാണ് അവരിതിൽ പറയുന്നത്. നൈദർ ഇൻ ദ പെയിൻഡ് റിങ്കിൾസ്, മുഖത്തുള്ള ചുളിവുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അമ്മയ്ക്ക് ഓൾഡ് ഏജ് ആയി, അപ്പം അവരെ ഇനി വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. Neither in the pained wrinkles of my mother's brows must I dodge fears of my inability. That is, she says that അവർ ഇന്നേബിൾ ആണ് or unable ആണ്, അല്ലെങ്കിൽ അവർക്ക് കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്, ആങ്സൈറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി നമ്മളുടെ സ്പീക്കർ മുഖത്ത് വരുത്താനും പോകുന്നില്ല. ഷീ ഈസ് ഗോയിങ് ടു മൂവ് ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ്. അപ്പം ഇനി പാസ്റ്റിലുണ്ടായിരുന്ന ആങ്സൈറ്റീസ്, പാസ്റ്റിലുണ്ടായിരുന്ന കൺസ്ട്രെയിൻസിനെല്ലാം തുടച്ചു മാറ്റി ഷീ ഈസ് മൂവിങ് ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഷീ വാണ്ട്സ് ടു മേക്ക് ഹർ മദർ പ്രൗഡ്. Now, with the blessings written out by mother's eyes, I brandish a broom and move on greeting the morning breeze behind me a clean street. അപ്പോൾ ഫൈനൽ സ്റ്റാൻസയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അവരുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി വരാൻ പോവാണ്. ബിക്കോസ് ഷീ ഹാസ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹർ മദർ. വിത്ത് ദ ബ്ലെസ്സിങ്സ് റിട്ടൺ ഔട്ട് ബൈ മൈ മദേഴ്സ് ഐസ്. അമ്മയുടെ കണ്ണുകളിൽ തിളങ്ങി കാണുന്നത് എന്താണ്? അവരോടുള്ള ബ്ലെസ്സിങ്സ് ആണ്. ഐ ബ്രാൻഡിഷ് എ ബ്രൂം. ബ്രാൻഡിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രൂം സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വേ ചെയ്യില്ലേ, വേവ് ചെയ്യൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇങ്ങനെ ഓരോ മൂവ്മെൻറ്റിലൂടെയാണല്ലോ നമ്മൾ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ ചൂലിങ്ങനെ സ്വിങ് ചെയ്ത് അല്ലെങ്കിൽ വേവ് ചെയ്തിട്ട് നമ്മൾ പോവും.
അതായത് അവർ ഉദ്ദേശിക്കുന്നത് അവർ സ്ട്രീറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യും. ആൻഡ് മൂവ് ഓൺ ഗ്രീറ്റിംഗ് ദ മോർണിംഗ് ബ്രീസ്, അതായത് ഇവർ സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഷീ ഈസ് മൂവിങ് ഫോർവേഡ്. അപ്പോൾ അവർ പറയുന്നത് വിത്ത് ദ മൂവ്മെൻറ്റ് ഓർ ദ വേവ് ഓഫ് ഹർ ബ്രൂം ഷീ ഈസ് ഗോയിങ് ടു ലീവ് ബിഹൈൻഡ് ഹർ എ ക്ലീൻ സ്ട്രീറ്റ്. അതായത് അവരുടെ ബാക്കിൽ അവർ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു ക്ലീൻ സ്ട്രീറ്റിനെ ലീവ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് മൂവ് ചെയ്യുന്നത്. അതായത് ഇവർ പറയുന്നത് ഈ ക്ലീൻ സ്ട്രീറ്റ് മോർണിംഗ് ബ്രീസ്, ഗ്രീറ്റിംഗ് ദ മോർണിംഗ് ബ്രീസ് ബിഹൈൻഡ് മീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷീ ഈസ് ഗോയിങ് ടു ഹാവ് എ ഫ്രഷ് സ്റ്റാർട്ട്. ആൻഡ് അവർ ആ നേച്ചറിനോടുള്ള കണക്ഷനൊക്കെയാണ് അതിലൂടെ കാണിക്കുന്നത്. സോ ഷീ സേസ് ദാറ്റ് വിത്ത് ദ ബ്ലെസ്സിങ്സ് റിട്ടൺ ഔട്ട് ബൈ മൈ മദേഴ്സ് ഐസ് ഐ ബ്രാൻഡിഷ് എ ബ്രൂം ആൻഡ് മൂവ് ഓൺ ഗ്രീറ്റിംഗ്. അതായത് അവർ ചൂല് വെച്ച് സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഷീ ഈസ് ലിവിങ് ബിഹൈൻഡ് ഹർ എ ക്ലീൻ സ്ട്രീറ്റ്. അതായത് അവർ ആ സ്ട്രീറ്റ് മൊത്തം ക്ലീൻ ചെയ്യുന്നു. ആൻഡ് മൂവ് ഓൺ ഗ്രീറ്റിംഗ് ദ മോർണിംഗ് ബ്രീസ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ മോർണിംഗിൽ വരുന്ന കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട്. അപ്പോൾ അത് അവർക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് പോലെയാണ് അവർക്ക് തോന്നുന്നത്. അതായത് ഹിയർ ആഫ്റ്റർ ഷീ ഈസ് ഗോയിങ് ടു എൻജോയ് ഹർ കളർഫുൾ ലൈഫ്, ഷീ ഈസ് ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ലൈഫ് ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് എ ഫ്രഷ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഷീ ഈസ് വെരി പ്രൗഡ് ബിക്കോസ് ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹർ ജോബ് ആൻഡ് ഷീ ഈസ് പ്രൗഡ് ദാറ്റ് ഷീ ഹാസ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹർ മദർ. അപ്പം ഈ ഒരു ജോബിനെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നു. പിന്നെ നമ്മൾ ബ്രൂം എന്ന് പറയുന്ന ഈ സിംബോളിക് അല്ലെങ്കിൽ ഈ മെറ്റഫർ, ഈ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ക്ലെൻസിങ്ങിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. നമ്മളുടെ സൊസൈറ്റിയിൽ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ട് അപ്പാർട്ട് ഫ്രം ദ ഡേർട്ട്. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള നെഗറ്റീവ്സും ബാഡ് തോട്ട്സും റിമൂവ് ചെയ്യുന്നതോട് കൂടി തന്നെ ഫിസിക്കലായിട്ടുള്ള ഡേർട്ടിനെ റിമൂവ് ചെയ്യുന്ന കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. Now let's look into the points in short. In this poem, I have a broom. There is a metaphorical exploration of the speaker's life. അപ്പോൾ ഈ ബ്രൂം എന്ന് പറയുന്ന ഈ ടൂൾ യൂസ് ചെയ്തിട്ട് അവരുടെ ലൈഫിലുള്ള ഒരു എക്സ്പ്ലോറേഷൻ, അവരുടെ പല എക്സ്പീരിയൻസസിനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. Now, like we said in the analysis part, the mention of a broom may symbolize the speaker's agency or control over their own life. അപ്പോൾ സ്വന്തം ലൈഫിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ അതെങ്ങനെ പോകുന്നു എന്ന് ഈ ബ്രൂം എന്ന സിമ്പിളിലൂടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. Now, a broom is an instrument of cleaning and order, suggesting a sense of autonomy and the ability to sweep away negativity or obstacles. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ ബ്രൂം സാധാരണ നമ്മൾ ഫിസിക്കൽ ആസ്പെക്റ്റിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡേർട്ടൊക്കെ ക്ലിയർ ചെയ്യുക, ഫ്ലോറൊക്കെ ക്ലീൻ ആൻഡ് ടൈഡി ആക്കി വെക്കാനാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ലൈഫിലുള്ള നെഗറ്റിവിറ്റി, നമ്മളുടെ ലൈഫിലുള്ള തടസ്സങ്ങളെയൊക്കെ സ്വീപ്പ് ചെയ്ത് മാറ്റി ഒരു ക്ലീനിങ് ആൻഡ് ഓർഡർ, ഒരു ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവരിക, ഒരു ക്ലെൻസിങ് ലൈഫിൽ കൊണ്ടുവരിക എന്നും കൂടി സിംബലൈസ് ചെയ്യുന്നുണ്ട്. Now, the mention of fresh air may symbolize a sense of freedom, renewal or purity. ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീഡം ഉള്ള സ്ഥലത്തല്ലേ നമുക്ക് ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു റിന്യൂവൽ നടക്കുന്നുണ്ട് ആൻഡ് ഓൾസോ പ്യൂരിറ്റി. Then, it could also indicate the speaker's appreciation for a life unburdened by constraints, allowing for a breath of fresh perspective and opportunities. അപ്പോൾ പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ കൺസ്ട്രെയിൻസ്, നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, നമ്മളുടെ ബാഡ് എക്സ്പീരിയൻസിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി ഫ്രഷ് പെർസ്പെക്റ്റീവും ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. Now, the use of simple everyday imagery like a broom adds a grounded and relatable quality to the poem. അപ്പോൾ നമ്മളുടെ എവറിഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ബ്രൂം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എവറിഡേ ലൈഫ് ഇമേജറിയിലൂടെ ഇതിൽ നമുക്കൊരു ക്വാളിറ്റി ഓഫ് റിലേറ്റബിലിറ്റി ഒക്കെയാണ് കൊണ്ടുവരുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് പറയുന്നത് ഇൻ എ വെരി ഇൻട്രസ്റ്റിംഗ് വേ. Now, broom is a tool for cleaning and clearing, a proactive approach to addressing difficulties. Now, the speaker's daily work involves a sweeping away both tangible and metaphorical impurities. ടാഞ്ചിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബ്രൂം എന്ന് പറയുന്ന ഈ ടൂള് ക്ലീൻ ചെയ്യാനും നമ്മളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഡിഫിക്കൽട്ടീസിനെയൊക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമ്മൾ പിന്നെ അവർ മാത്രമല്ല, ഇതിലെ സ്പീക്കറിൻ്റെ ഡെയിലി വർക്ക് എന്ന് പറയുന്നത് സ്വീപ്പിംഗ് ആണ്. അപ്പോൾ അവർ ഫിസിക്കലായിട്ടുള്ള ടച്ച് ചെയ്യാൻ പറ്റുന്ന ഡേർട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ മെറ്റഫോറിക്കലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, അതായത് ജനങ്ങളുടെ ഉള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസും അവർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. Now this routine becomes a metaphor for self-improvement and the commitment to creating a cleaner, better environment. അപ്പം നമ്മൾക്ക് ഈ പോയത്തിൽ ഓവറോൾ കാണുമ്പോൾ അവർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അവരവരുടെ ജോബിൽ പ്രൗഡാണ്, അവർ ആളുകളുടെ കളിയാക്കലുകളും പിന്നെ അതുപോലെ ഒബ്സ്ട്രക്ഷൻസും ഇതെല്ലാം മറികടന്ന് അവർ അവരുടേതായ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാണിക്കുന്നത് അവരുടെ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് എ ക്ലീനർ ആൻഡ് ബെറ്റർ എൻവയൺമെൻറ്റ് ആൻഡ് ബെറ്റർ ലൈഫ് നമുക്ക് കാണാൻ പറ്റും. And towards the end we can see that the speaker is putting on new work clothes and looking in the mirror. അത് കാണിക്കുന്നത് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, അവർ സ്വയം മാറിയതായിട്ടാണ് അത് കാണിക്കുന്നത്. The reflection triggers an understanding of the mildness in the speaker's mother's eye, possibly hinting at the new found wisdom or empathy. അപ്പം അവരുടെ അമ്മ ഏത് സമയവും ഇവരുടെ കുട്ടിയെ ആലോചിച്ച് ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ ഇപ്പം അവരുടെ കണ്ണിലൊരു പുതിയ തിളക്കമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷീ ഈസ് പ്രൗഡ് ദാറ്റ് ഹർ ചൈൽഡ് ഹാസ് സം ജോബ്. അവർ സ്വയം കണ്ടെത്തിയ ഒരു ജോബ് അവർക്കുണ്ട്. The lines about not casting perplexed looks into the street or at billboard and not fearing one's ability indicate a liberation from past anxieties and constraints. അതായത് ഇനി മുതൽ അവരുടെ പാസ്റ്റ് ആങ്സൈറ്റീസ്, പാസ്റ്റ് കൺസ്ട്രെയിൻറ്റ്സ്, പാസ്റ്റ് എക്സ്പീരിയൻസസിനെ കുറിച്ചൊന്നും അവർ ബോദർ ചെയ്യാൻ പോകുന്നില്ല. അതിൽ നിന്ന് അവർ ലിബറേറ്റ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. ദാറ്റ് ഇനി മുതൽ പെർപ്ലെക്സ്ഡ് ലുക്സ് ഒന്നും സ്ട്രീറ്റ്സിലോ ബിൽബോർഡ്സിലൊന്നും കാസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. Now the speaker towards the end is moving forward with confidence. അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് അതാണ് ശരിക്കും ആ ഫൈനൽ ലൈൻസിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. എ ലീൻ സ്ട്രീറ്റ് ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ ദ സ്പീക്കർ വിച്ച് സിംബലൈസസ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ദെയർ എഫേർട്ട്. അതായത് നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് അവർ പറയുന്നുണ്ട്, ഗ്രീറ്റിംഗ് ദ മോർണിംഗ് ബ്രീസ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഫ്രഷ് സ്റ്റാർട്ട്, അവർ നേച്ചറിനെ ക്ലെൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടി അതിലുണ്ട്. ആൻഡ് അവരുടെ കണക്ഷൻ വിത്ത് നേച്ചറാണ് കാണിക്കുന്നത്. ആൻഡ് ഫൈനലി ദിസ് പോം അൺഫോൾഡ്സ് ആസ് എ ജേർണി ഓഫ് പേഴ്സണൽ ഗ്രോത്ത്. അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റെസിലിയൻസ് അഗെയിൻസ്റ്റ് എക്സ്റ്റേർണൽ പ്രഷർ ആൻഡ് സെലിബ്രേഷൻ ഓഫ് ദ സ്പീക്കേഴ്സ് ന്യൂ ഫൗണ്ട് സ്ട്രെങ്ത് ആൻഡ് ക്ലാരിറ്റി. അപ്പോൾ ഈ പോയത്തിൽ ത്രൂ ഔട്ട് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിൻ്റെ ജേർണി, എക്സ്റ്റേർണൽ പ്രഷറൊക്കെ നേരിടാനുള്ളൊരു ശക്തി, പിന്നെ അവരുടെ പുതിയ ലൈഫ്, പുതിയ സ്ട്രെങ്ത്ത്, അവരുടെ ലൈഫിലൊരു ക്ലാരിറ്റിയും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് നമ്മൾ കാണുന്നത്. സോ ഇൻ ഷോർട്ട് വാട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് the broom becomes a transformative tool enabling the speaker to sweep away obstacles and create a cleaner, more empowered life. അപ്പോൾ ഈ ബ്രൂം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോർമേറ്റീവ്, നമുക്ക് ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ടൂളായിട്ടും നമ്മളുടെ സ്പീക്കറിനെ അത് സഹായിക്കുന്നത് ടു സ്വീപ്പ് അവേ ഒബ്സ്റ്റക്കിൾസ്, അതായത് ഫിസിക്കലായിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് അതേപോലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസിനൊക്കെ റിമൂവ് ചെയ്യാനും or clear away all the obstacles and create a cleaner, more empowered life. അവരുടെ ലൈഫ് കുറച്ചും കൂടി എംപവേർഡ് ആക്കി മാറ്റുന്ന തരത്തിലാണ് ഈ ബ്രൂം ഇവിടെ ട്രാൻസ്ഫോർമേറ്റീവ് ടൂളായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. Thank you so much. If you like my videos, please do subscribe and share. Thank you so much.